ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ ഇതിനു മുൻപ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആർക്കൊക്കെയാണ് CFA ലെവൽ 1 പഠിക്കാൻ കോച്ചിങ് എടുക്കുന്നത് നന്നായിരിക്കും എന്നും ആർക്കൊക്കെ സെൽഫ് സ്റ്റഡി നല്ലതായിരിക്കുമെന്നും. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആയതുകൊണ്ട് തന്നെ ഈ ചാനലിലെ തൊട്ടു മുൻപുള്ള വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം ഇതിനെപ്പറ്റി ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ എന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി CFA പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ 3 കാറ്റഗറിയായി ഞാൻ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സിൽ എൻറോൾഡ് ആണ്. നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ PG ചെയ്യുന്ന വ്യക്തിയാവാം. ഇതുപോലെ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഓൾറെഡി എൻറോൾഡ് ആണ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ UGയോ PGയോ കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ, കറന്റ് ഒരു കോഴ്സിനും എൻറോൾഡും അല്ല എങ്കിൽ, പല എക്സാംസ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ കരിയർ പ്ലാൻ ചെയ്യാനോ 1-2 വർഷം ഗ്യാപ്പ് ഇയേഴ്സ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതുപോലെ ജോലി ചെയ്യുന്നതിനിടയിൽ 6 മാസമോ 8 മാസമോ അങ്ങനെ ഒരു ടൈം പീരീഡിൽ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടും. മൂന്നാമത്തേതും അവസാനത്തെയുമായ കാറ്റഗറിയെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടും. അതായത് ഒരു ദിവസത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് അവേഴ്സിന്റെ മെജോറിറ്റിയും നിങ്ങളൊരു വർക്കിൽ കമ്മിറ്റഡ് ആണെങ്കിൽ, ആ വർക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയുമെങ്കിൽ ഈ തേർഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടും. ഇവിടെ ഈ 3 കാറ്റഗറീസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുവല്ലോ. ഇനിയും ഈ കാറ്റഗറീസിൽ എന്റെ ഒപ്പീനിയനിൽ ആർക്കൊക്കെയാണ് CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്യാൻ കോച്ചിങ് പരിഗണിക്കാവുന്നത് എന്നും ആർക്കൊക്കെ സെൽഫ് സ്റ്റഡി പരിഗണിക്കാവുന്നത് എന്നും ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞ തേർഡ് കാറ്റഗറിയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ജോലിയിൽ കറന്റ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് CFA പ്രിപ്പയർ ചെയ്യാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നിങ്ങൾ മണിക്കൂറുകളോളം ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നീട് വന്ന് CFAയുടെ ഇത്രയും ലെങ്തി മെറ്റീരിയൽസ് കുത്തിയിരുന്ന് വായിച്ച് പഠിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ടയർസം ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും സിമ്പിളായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒരാൾ ഉണ്ടാകുന്നത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വളരെയധികം ടയേർഡായി വന്നതിന് ശേഷം വീണ്ടും കുറെ കാര്യങ്ങൾ സ്ട്രെസ് ഇട്ട് പഠിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആവാൻ സാധ്യതയില്ല. എന്നാൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന്റെ ഒരു മേജർ നെഗറ്റീവ് എന്ന് പറയുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഫീസാണ്. പക്ഷെ നിങ്ങൾ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഫീസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിനാവശ്യമായ ഫീസ് കൊടുക്കുന്നതൊക്കെ കംപ്ലീറ്റ്ലി വർത്ത് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നമുക്ക് സെക്കൻഡ് കാറ്റഗറിയെ പറ്റി സംസാരിക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറന്റ് ജോലി ചെയ്യുന്നുണ്ടാകില്ല, അതുപോലെ തന്നെ ഒരു കോഴ്സിലും എൻറോൾഡുമല്ല. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഒരു ദിവസം കുറെ അധികം സമയം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CFAയുടെ ലോങ് മെറ്റീരിയൽസ് സ്വന്തമായി ടൈം എടുത്ത് പഠിക്കാനുള്ള സമയവുമുണ്ട്. സോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഉടനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും സെൽഫ് സ്റ്റഡി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം പരിഗണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ സമയം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സെൽഫ് സ്റ്റഡിയിലൂടെ നിങ്ങൾ വളരെയധികം കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സെൽഫ് സ്റ്റഡി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതിനു ശേഷവും നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ, അതുപോലെ നിങ്ങൾ ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയുമല്ല എങ്കിൽ, നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് CFAയുടെ എക്സാം പാസ്സാവുക എന്നതാണ്. അതിനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിച്ച് പാസ്സായാലും സെൽഫ് സ്റ്റഡിയിലൂടെ പഠിച്ച് പാസ്സായാലും യാതൊരു വ്യത്യാസവുമില്ല.
സോ ഇനിയും നമുക്ക് നേരെ ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് വരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സിൽ എൻറോൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. എൻ്റെ ഒപ്പീനിയനിൽ ആക്ച്വലി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും ഈക്വലി എഫക്റ്റീവ് ആകും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് ഒരു ഡിസിഷൻ എടുക്കുന്നത് പല ഫാക്ടേഴ്സും അനുസരിച്ചിരിക്കും. അതായത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ഏതായിരിക്കണം. ചിലർക്ക് ഓൾറെഡി നിങ്ങൾ കോളേജ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു കോച്ചിങ്ങിന് പോകാനൊന്നും താല്പര്യം ഇല്ലായിരിക്കും. സോ അവർക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ല ചിലവർക്ക് ഓൾറെഡി പഠിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെയും വൈകിട്ട് വന്ന് വേറെ കാര്യങ്ങൾ ഒന്നേന്ന് പഠിക്കാൻ താല്പര്യമില്ലായിരിക്കും. അവർക്ക് ചിലപ്പം കോച്ചിങ്ങിൽ ഒരാൾ പഠിപ്പിക്കുന്നതായിരിക്കും താല്പര്യം. സോ പേഴ്സണൽ പ്രിഫറൻസ് വളരെയധികം മാറ്റർ ചെയ്യും. രണ്ടാമത് എനിക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസവും അവൈലബിൾ ആവുന്ന ഫ്രീ ടൈമിനെ പറ്റിയാണ്. ചിലവർക്ക് കോളേജ് കഴിഞ്ഞും കുറെ അധികം സമയം ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കും. അവർക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ബാക്കി ചിലർക്ക് കോളേജ് കഴിഞ്ഞും പല ആക്ടിവിറ്റീസും ചെയ്യാൻ കാണും. അതുകൊണ്ട് അവർക്ക് അധികം ഫ്രീ ടൈം അവൈലബിൾ അല്ലായിരിക്കും. സോ അവർക്ക് കോച്ചിങ് കുറച്ച് ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോസ്റ്റ്. അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഫീസ്. ചിലവർക്ക് ആ ഫീസ് ഓക്കെ ആയിരിക്കും കൊടുക്കാൻ, ചിലവർക്ക് ആ ഫീസ് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. സോ അതനുസരിച്ചും നിങ്ങൾ ഡെസിഷൻ എടുക്കുക. സോ ഇതൊക്കെയാണ് CFA ലെവൽ 1 എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോച്ചിങ് എടുക്കണം അതോ സെൽഫ് സ്റ്റഡി മതിയോ എന്നതിനെ പറ്റിയുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ്. ആൻഡ് ഒരു ഫൈനൽ നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എക്സാം ജയിക്കുക എന്നതാണ്. അതിന് നിങ്ങളെ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണോ, അത് സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. അല്ല ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങളെ അത്രയും എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യുക. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം സെൽഫ് സ്റ്റഡി എന്ന ഓപ്ഷൻ ഒന്ന് ശ്രമിക്കുക. അതായത് CFAയുടെ മെറ്റീരിയൽസ് സ്വന്തമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു 2-3 ആഴ്ച തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. എന്നാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന സാഹചര്യമാണെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത്. ഈ മെറ്റീരിയൽസിനെ പറ്റിയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും CFA ആൻഡ് ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ ബൈ.